റീട്രേഷൻ രണ്ടാമത്തെ മെത്തേഡാണ് റീട്രേഷൻ മെത്തേഡ്. അപ്പോൾ റീട്രേഷൻ മെത്തേഡും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു തന്നെയാണ് ഉപയോഗിക്കുന്നത്? ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റീട്രേഷൻ മെത്തേഡും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനിടയിൽ നമുക്കൊരു മെത്തേഡ് ഉള്ളത് ഓർഡിനറി മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡാണ്. ഈ ഓർഡിനറി മെത്തേഡിൽ അതായത് സാധാരണ മെത്തേഡ് നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്തില്ലേ, റിപ്പീറ്റേഷൻ മെത്തേഡ് നമ്മൾ 3 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ട്, അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 3 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത് അല്ലേ. പക്ഷേ ഓർഡിനറി മെത്തേഡിൽ നമ്മളത് ഒറ്റ തവണ ചെയ്യുള്ളൂ. അതായത് ഒരു ലെഫ്റ്റ് ഒബ്സർവേഷൻ എടുക്കും, അതിനുശേഷം റൈറ്റ് സ്വിങ് ചെയ്തിട്ട് ഒരു റൈറ്റ് ഒബ്സർവേഷൻ എടുക്കും. അപ്പോൾ ഒറ്റടി, അതായത് ആ കിട്ടുന്ന ആംഗിളാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആംഗിളായിട്ട് നമ്മൾ എടുക്കുന്നത്. അതിൽ കുറച്ചുകൂടെ ആക്യുറസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റേഷൻ മെത്തേഡ് ചെയ്തത്. അതായത് 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് എടുത്തു, പിന്നെ രണ്ടിൻ്റെ ലെഫ്റ്റിൻ്റെ റൈറ്റിൻ്റെയും ആവറേജ് എടുത്ത് നമ്മൾ ചെയ്യണം, അത്രയും ആക്യുറസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റേഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ റിപ്പീറ്റ് ചെയ്യാതെ ഒറ്റ തവണ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഓർഡിനറി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എഴുതുമ്പോൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തായി, നമുക്കതിൻ്റെ ഓർഡിനറി മെത്തേഡായിട്ട് അതിൻ്റെ പ്രൊസീജിയർ നമുക്ക് എഴുതാം. അത് സെപ്പറേറ്റ് എഴുതണമെങ്കിൽ നമുക്ക് എഴുതാം കേട്ടോ, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. രണ്ടും സെയിം തന്നെയാണ്. ഇതിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ റീട്രേഷൻ മെത്തേഡ്. സെയിം തന്നെ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത്. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്തില്ല, ഈ റിപ്പീറ്റേഷൻ്റെ ആ ഒരു ഇതില്ല, അതായത് ആവർത്തന വിരസത വരുന്നില്ല. നമുക്ക് 3 വട്ടം ചെയ്തു പിന്നെ വീണ്ടും 3 വട്ടം ചെയ്തു, ആ ഒരു സംഭവം നമുക്കിതിലില്ല. ഇത് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേ ചെയ്തപ്പോൾ അതിലൊരു മെത്തേഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. റേഡിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് നമ്മൾ ചെയ്തിരുന്നു. പ്ലെയിൻ ടേബിൾ സർവേയിൽ റേഡിയേഷൻ മെത്തേഡ് നമ്മൾ ചെയ്തിരുന്നു. ആ റേഡിയേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്തിരുന്നത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും റേഡിയേഷൻ മെത്തേഡ് നമ്മളെങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന്? അതായത് സെൻറ്ററിൽ നമ്മളൊരു, അതായത് ചുറ്റും നമ്മുടെ ബൗണ്ടറി പോയിൻ്റുകൾ ഒരു 4 or 5 പോയിൻ്റുകൾ തന്നിട്ട് നമ്മൾ സെൻറ്ററിൽ, അതായത് ഈ ബൗണ്ടറിയുടെ സെൻറ്ററിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്ട്രുമെൻ്റ് ഫിക്സ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യായിരുന്നു? അതായത് ഇപ്പോൾ നമ്മളെ നമ്മുടെ പ്ലെയിൻ ടേബിൾ സർവേ ചെയ്യുമ്പോൾ, റേഡിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സെൻറ്ററിൽ ഇപ്പോൾ ബൗണ്ടറി പോയിൻ്റ് ചുറ്റിലും ഒരു 4-5 പോയിൻ്റ് തന്നാൽ നമ്മളതിലേക്ക് ആരോ ഇത് വെച്ച് ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ ചെയ്തിരുന്നു. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? സെൻറ്ററിലാണ് നമ്മൾ പ്ലെയിൻ ടേബിൾ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത്. ഈ സെയിം ഇതിൻ്റെ ഏകദേശം ഒരു മോഡലാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന റീട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെ വരുന്നതെന്നുള്ളത് ഞാൻ പറയാം. അതായത് നമുക്കിതേപോലെ തന്നെ നമുക്ക് ചുറ്റിലും നമുക്കിതുപോലെ പോയിൻ്റുകൾ നമുക്ക് തരും. ആംഗിൾസ് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചുറ്റിലും നമുക്ക് പോയിൻ്റുകൾ തരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ തിയോഡലൈറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇപ്പോൾ നമ്മളിവിടെ എ എന്ന് പറയുന്ന പോയിൻ്റ്, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ, ഇപ്പോൾ ഒരു 5 പോയിൻ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തിയോഡലൈറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതായത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ചെയ്യുന്നു. സെറ്റിംഗ് അപ്പ്, ലെവലിങ്, സെൻറ്ററിങ്, അതുപോലെ എലിമിനേഷൻ ഓഫ് പാരലാക്സ് ഓർ ഫോക്കസിങ് എന്ന് പറയുന്ന ഈ 4 പ്രോസസ്സും നമ്മൾ എന്തിൽ ചെയ്യുന്നുണ്ട്? ഇതിലും നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെയാണ് സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? ഈ 3 ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്തായിരുന്നു? 0 സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. വെർനിയർ സ്കെയിലിൽ 0 സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പോയിന്റിൽ നിന്ന് എ ആണല്ലോ നമ്മുടെ ആദ്യം, നമ്മൾ എയിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ എയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ടെലസ്കോപ്പ് തിരിച്ച് വെച്ചിട്ട് അതിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ 0 സെറ്റ് ചെയ്യുന്നത്.
ഓക്കെ 0 സെറ്റ് ചെയ്ത് ലെഫ്റ്റ് നമ്മുടെ ക്ലാമ്പിംഗ് സ്ക്രൂ അതായത് അപ്പറും ലോവറും നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ലോവർ ലൂസാക്കിയിട്ട് നമ്മൾ ഈ എനെ ബൈസെക്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് ടാൻജൻറ്റ് സ്ക്രൂ ഒക്കെ ഉപയോഗിച്ച് കറക്റ്റായിട്ട് ബൈസെക്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ വെക്കുന്നു എവിടെ. അപ്പോൾ എയിലെ റീഡിങ് എന്തായിരിക്കും 0 ആയിരിക്കും നമ്മുടെ എയിലെ റീഡിങ് എന്ന് പറയുന്നത്. എയിൽ നമ്മൾ എന്ത് 0 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ, ഇനിയാണ് നമ്മുടെ വർക്ക് അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ എവിടെയാണ്, ലെഫ്റ്റ് ഒബ്സർവേഷൻ തന്നെയാണ് കേട്ടോ. വെർട്ടിക്കൽ സർക്കിൾ ഇരിക്കുന്നത് നമ്മുടെ ഒബ്സർവറുടെ ലെഫ്റ്റ് സൈഡിലാണ്. അത് അങ്ങനെ തന്നെ അത് മനസ്സിലാക്കി വെക്കുക. വെർട്ടിക്കൽ സർക്കിളിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഒബ്സർവറുടെ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ലെഫ്റ്റാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എയിൽ നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. എയിലേക്ക് നോക്കി 0 സെറ്റ് ചെയ്തു. എയിനെ ബൈസെക്റ്റ് ചെയ്ത് ടാൻജൻറ്റ് സ്ക്രൂ ഒക്കെ ഉപയോഗിച്ച് ഒന്നുകൂടെ ബൈസെക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് നമ്മൾ അപ്പർ ക്ലാമ്പും ലോവർ ക്ലാമ്പും ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, എയിലേക്ക് നോക്കി നമ്മൾ ക്ലാമ്പിംഗ് സ്ക്രൂ ഒക്കെ ഇട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്ത് 0 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അപ്പർ ക്ലാമ്പ് മാത്രമാണ് നമ്മളിതിൽ ഉപയോഗിക്കണുള്ളൂ. നമുക്കിതിൽ ലോവർ ക്ലാമ്പിൻ്റെ ഉപയോഗം വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പർ ക്ലാമ്പ് ലൂസാക്കിയിട്ട്, അതായത് ലോവർ ക്ലാമ്പ് ടൈറ്റാണ്, അപ്പർ ക്ലാമ്പ് ലൂസാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടെലസ്കോപ്പ് തിരിച്ച് നമ്മൾ ബിയിലേക്ക് നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് എ വെർനിയറിലെ റീഡിങ്ങും ബി വെർനിയറിലെ റീഡിങ്ങും മെയിൻ സ്കെയിലിലെ റീഡിങ് ഡിഗ്രി മിനിറ്റ് സെക്കൻഡൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് എവിടെ തൊട്ട് എവിടം വരെയുള്ള റീഡിങ്ങാണ് കിട്ടുക, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ആംഗിൾ നമുക്ക് കിട്ടും. കിട്ടിയില്ലേ, കിട്ടൂലേ? ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ അപ്പർ ക്ലാമ്പ് ലൂസാക്കുന്നു, വീണ്ടും നമ്മൾ ഡി എ ബൈസെക്റ്റ് ചെയ്യുന്നു, അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് വെച്ച് റീഡിങ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള റീഡിങ് കിട്ടും. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പർ ക്ലാമ്പ് ലൂസാക്കിയിട്ട് ഇയിലേക്ക് ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള റീഡിങ് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള റീഡിങ് കിട്ടും. തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടെലസ്കോപ്പ് നമ്മൾ എവിടെയൊക്കെയാണ് നോക്കണം. അപ്പോൾ ഇവിടം വരെ ഇയിൽ നമ്മൾ എൻഡിങ് ആണ്, നമ്മുടെ പോയിന്റുകൾ കഴിഞ്ഞ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ടെലസ്കോപ്പിന് തിരിച്ച് നമ്മൾ അപ്പർ ക്ലാമ്പ് ലൂസാക്കി വീണ്ടും നമ്മൾ എയിലേക്ക് ബൈസെക്റ്റ് ചെയ്യുന്നു. ഈ ലാസ്റ്റ് നമ്മൾ എയിലേക്ക് ബൈസെക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾ എവിടെയാണോ സെറ്റ് ചെയ്തത് അവിടെ തന്നെ അത് വന്ന് നിൽക്കണം. അതായത് ഈ എയിൽ 0 സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കറക്കം കറങ്ങി ഇങ്ങനെ വരുന്നത് അല്ലേ. തിരിച്ച് എയിലേക്ക് എത്തുമ്പോൾ എന്ത് വേണം, അതിൽ 0 തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആംഗിൾസ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഹൊറിസോണ്ടൽ ഇൻക്ലൂഡഡ് ആംഗിൾ കാണണമെങ്കിൽ നമ്മളിതിങ്ങനെ മൈനസ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ ഓരോന്നിൻ്റെയും ഇൻക്ലൂഡഡ് ആംഗിൾ നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ ഓരോ ആംഗിളിൻ്റെയും സെപ്പറേറ്റ് കാണാൻ പറയുകയാണെങ്കിൽ അത് നമ്മൾ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോമ്പസ് സർവേയിൽ ചെയ്ത പോലെ തന്നെ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ഹൊറിസോണ്ടൽ ആംഗിൾ നമുക്ക് ഓരോ ആംഗിളിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഇതാണ് റീട്രേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ ഒരു പോയിന്റിൽ നമ്മൾ 0 സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അപ്പർ ക്ലാമ്പ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ നമ്മൾ തിരിച്ച് ഓരോ പോയിന്റിലേക്കും ബൈസെക്റ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് എയിൽ വരുമ്പോൾ നമുക്ക് അവിടെ എന്ത് തന്നെ ആയിരിക്കണം, നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് 0 തന്നെയാണെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ എല്ലാ കേസിലും അത് അങ്ങനെ വരാറില്ല. ചിലപ്പോൾ മൈന്യൂട്ടായിട്ട് ഒരു 20 സെക്കൻഡിൻ്റെ വരെ വ്യത്യാസങ്ങൾ ചിലപ്പോൾ വരാറുണ്ട്. ചിലപ്പോൾ 20 സെക്കൻഡ് നമ്മുടെ ഏറ്റവും ലീസ്റ്റ് കൗണ്ട് ആയിട്ടുള്ള ആ 20 സെക്കൻഡിൻ്റെ ഇതുവരെ നമുക്കതിൽ ഉണ്ടാവാറുണ്ട്. ഇതാണ് നമ്മുടെ റീട്രേഷൻ മെത്തേഡ്. ഇതിൻ്റെ പ്രൊസീജിയറാണ് ഇനിയിപ്പോൾ നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. ബുക്കും പേനയൊക്കെ എടുത്തോളാം. റീട്രേഷൻ മെത്തേഡ്. ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന
ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന റീട്രേഷൻ മെത്തേഡ് REITRATION റീട്രേഷൻ മെത്തേഡ്. ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആവർത്തന വിരസത ഇല്ലാത്ത ഒരു മെത്തേഡാണ് ഇത്. മ്യൂട്ട് ചെയ്തിട്ടോളൂ കേട്ടോ. ഒരേ സ്റ്റേഷനിൽ നിന്ന് പല ആംഗിൾസ് എടുക്കുന്നതിനാണ് ഇത്തരം മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇത്തരം മെത്തേഡിൽ കൂടുതൽ ആംഗിൾസ് ഉണ്ടായിരിക്കും. ഏത് പോയിന്റിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോയിന്റിൽ തന്നെ ക്ലോസ് ചെയ്യും. എ വെർനിയറിലെ ഫൈനൽ റീഡിംഗ് തന്നെ ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. അതായത് തിരിച്ച് സ്റ്റാർട്ടിങ്ങിലെ കറക്റ്റ് റീഡിംഗ് തന്നെയായിരിക്കും ഫൈനലിൽ വരുന്നത്. അത്രയേ ഉള്ളൂ. അത് കറക്റ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ഈക്വലായി എല്ലാ ആംഗിൾസിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അത് കറക്റ്റ് ആയില്ലെങ്കിൽ, അതായത് 0-ൽ തുടങ്ങി അത് 0-ൽ തന്നെ എത്തിയില്ല, എന്തെങ്കിലും വേരിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് കറക്റ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ഈക്വലായി എല്ലാ ആംഗിൾസിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതുപോലൊരു ആംഗിൾ നിങ്ങൾക്ക് റഫായിട്ട് ഇങ്ങനെ വരച്ചിടാം കേട്ടോ. സെൻറ്ററിലെ പോയിന്റിനെ O എന്ന് പേര് കൊടുത്താൽ AOB, BOC, COD, DOE, EOA എന്നൊക്കെ പറയുന്ന 4-5 ആംഗിളുകൾ നമുക്ക് കിട്ടും. അതിൻ്റെ ഡിഫറൻസ് എല്ലാ ആംഗിൾസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അടിയിൽ നെക്സ്റ്റ് പാരഗ്രാഫ് പോലെ എഴുതുക. AOB, അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം കേട്ടോ. AOB ആംഗിൾ ആണ്, കോമ BOC ആൻഡ് COD എന്നീ ആംഗിളുകൾ റീട്രേഷൻ മെത്തേഡ് ഉപയോഗിച്ച് മെഷർ ചെയ്യുക. ഇതാണ് അതിൻ്റെ പ്രൊസീജിയറാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇതിലിപ്പോൾ ഒരു പോയിന്റ് കൂടുതലുണ്ടെന്ന് മാത്രം.
മെഷർ ചെയ്യുക. റീട്രേഷൻ മെത്തേഡ് ഉപയോഗിച്ച് മെഷർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒന്നാമത്തെ പോയിൻ്റ് പോയിൻ്റഡ് ആയിട്ടാണ് എഴുതുന്നത്. ഒന്നാമത്തെ പോയിൻ്റ് സ്റ്റേഷൻ പോയിൻ്റ് ഓയിൽ ഇൻസ്ട്രുമെൻ്റ് കൃത്യമായി സെറ്റ് ചെയ്യുക. സ്റ്റേഷൻ പോയിൻ്റ് ഓയിൽ ഇൻസ്ട്രുമെൻ്റ് കൃത്യമായി സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ പോയിൻ്റ് അപ്പർ ക്ലാമ്പും അതിൻ്റെ സ്റ്റേഷൻ പോയിന്റ് ഓയിൽ ഇൻസ്ട്രുമെൻ്റ് കൃത്യമായി സെറ്റ് ചെയ്യുക. നമ്മുടെ സെൻട്രലിലത്തെ ഈ പോയിൻ്റ് ഓന്ന് എഴുതുമ്പോൾ ഓ സിംഗിൾ ഇൻവെർട്ട് കോമയിൽ ഇടണം കേട്ടോ. സ്റ്റേഷൻ പോയിൻ്റ് ഓയിൽ എന്ന് പറയുമ്പോൾ ഓ എന്ന് എഴുതിയിട്ട് അതിനൊരു സിംഗിൾ ഇൻവെർട്ട് കോമയിൽ ഇടണം. സ്റ്റേഷൻ പോയിൻ്റ് ഓയിൽ ഇൻസ്ട്രുമെൻ്റ് കൃത്യമായി സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ പോയിൻ്റ് അപ്പർ ക്ലാമ്പും അതിൻ്റെ ടാൻജൻറ്റ് സ്ക്രൂവും ഉപയോഗിച്ച് അപ്പർ ക്ലാമ്പും അതിൻ്റെ ടാൻജൻറ്റ് സ്ക്രൂവും ഉപയോഗിച്ച് എ വെർനിയറിൽ 0 സെറ്റ് ചെയ്യുക. എ വെർനിയറിൽ 0 സെറ്റ് ചെയ്യുക. 0 എന്നുള്ളത് 0 എന്ന് തന്നെ എഴുതിയാലും മതി കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഓ ആയിട്ട് പിന്നെ വായിക്കുമ്പോൾ അത് ഓ ആണോ 0 ആണോ എന്നുള്ളത് കൺഫ്യൂഷൻ വരും. അപ്പോൾ 0 എന്ന് തന്നെ നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. 0 സെറ്റ് ചെയ്യുക. മൂന്നാമത്തെ പോയിൻ്റ് സ്റ്റേഷൻ പോയിൻ്റ് എയിലേക്ക് ഈ ലെറ്ററുകളൊക്കെ എഴുതുമ്പോൾ അതിനൊന്ന് ഇൻവെർട്ട് കോമയിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. സ്റ്റേഷൻ പോയിൻ്റ് എയിലേക്ക് ടെലസ്കോപ്പ് തിരിച്ച് ബൈസെക്റ്റ് ചെയ്യുക. സ്റ്റേഷൻ പോയിൻ്റ് എയിലേക്ക് ടെലസ്കോപ്പ് തിരിച്ച് ബൈസെക്റ്റ് ചെയ്യുക. ബൈസെക്റ്റിന്റെ സ്പെല്ലിംഗ് എന്താ? BISECT. കറക്റ്റാണ് എഴുതിയത്. ആ BY സെറ്റ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ആ എയിലേക്ക് ടെലസ്കോപ്പ് തിരിച്ച് ബൈസെക്റ്റ് ചെയ്യുക. ഇതിനെ റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നു. ഇതിനെ റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നു. മനസ്സിലായി. ചോദ്യം ചോദിക്കാനാണല്ലോ. എ വെർനിയറിലെ റീഡിങ് ചെക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ 0 സെറ്റ് ചെയ്തത് മാറിപ്പോയോന്ന് ചെക്ക് ചെയ്യുക. എ വെർനിയറിലെ റീഡിങ് ചെക്ക് ചെയ്യുക. എ വെർനിയറിലെ റീഡിങ് ചെക്ക് ചെയ്യുക. ബി വെർനിയറിലെ റീഡിങ്ങും ചെക്ക് ചെയ്യുക. എ വെർനിയറിലെയും ബി വെർനിയറിലെയും റീഡിങ് ചെക്ക് ചെയ്യുക. അങ്ങനെ എഴുതാം. ഇനി നാലാമത്തെ പോയിൻ്റ് അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത് ടെലസ്കോപ്പ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ച് അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് അങ്ങോട്ട് മനസ്സിലങ്ങോട്ട് വന്നോട്ടെ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ വിട്ടിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് മനസ്സിൽ കാണാം. അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത് ടെലസ്കോപ്പ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ച് BA ബൈസെക്റ്റ് ചെയ്യുക. BA ബൈസെക്റ്റ് ചെയ്യുക. അതിനുവേണ്ടി
അപ്പർ ക്ലാമ്പ് സ്ക്രൂവും അതിൻ്റെ ടാൻജൻറ്റും ഉപയോഗിക്കുക. അപ്പർ ക്ലാമ്പ് സ്ക്രൂവും അതിൻ്റെ ടാൻജൻറ്റും ഉപയോഗിക്കുക. രണ്ട് വെർനിയറും റീഡ് ചെയ്യുക. അതായത് എ വെർനിയറും ബി വെർനിയറും റീഡ് ചെയ്യുക. രണ്ട് വെർനിയറും റീഡ് ചെയ്യുക. രണ്ട് വെർനിയറിലെയും റീഡിങ്സിൻ്റെ ആവറേജ് എടുത്താൽ രണ്ട് വെർനിയറിലെയും റീഡിങ്സിൻ്റെ ആവറേജ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ AOB ലഭിക്കുന്നു. ആംഗിൾ AOB ലഭിക്കുന്നു. അഞ്ചാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിൻ്റായിട്ട് എഴുതുക. ഇതുപോലെ തന്നെ സി ആൻഡ് ഡി ബൈസെക്റ്റ് ചെയ്യുക. സി ആൻഡ് ഡി ബൈസെക്റ്റ് ചെയ്യുക. സി ഇൻവെർട്ട് കോമയിൽ ഇടണം, ഡി ഇൻവെർട്ട് കോമയിൽ ഇടണം, ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. സി ആൻഡ് ഡി ബൈസെക്റ്റ് ചെയ്യുക. രണ്ട് വെർനിയറിലെയും റീഡിംഗ് എടുത്ത് ആവറേജ് കണ്ട് ആംഗിൾ BOC ആൻഡ് ആംഗിൾ COD കണ്ടുപിടിക്കുക. ആംഗിൾ BOC ആംഗിൾ COD കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ആറാമത്തെ പോയിന്റ്. ഫൈനലി കോമ ഇടുക. ഫൈനലി ചെയ്തിട്ട് കോമ ഇടുക. ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് വർക്ക് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി റെഫറൻസ് ഒബ്ജക്റ്റിന് നേരെ, വർക്ക് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി റെഫറൻസ് ഒബ്ജക്റ്റിന് നേരെ, അതായത് സ്റ്റേഷൻ എക്ക് നേരെ ബൈസെക്റ്റ് ചെയ്യുക. അതായത് സ്റ്റേഷൻ എക്ക് നേരെ ബൈസെക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ഏഴാമത്തെ പോയിന്റ്. വെർനിയറിലെ റീഡിങ് 360 ഡിഗ്രി അല്ലെങ്കിൽ, അതായത് 0 തന്നെ, സെയിം പോയിന്റ് തന്നെയാണല്ലോ, 0യിൽ തുടങ്ങി 360യിൽ അവസാനിക്കണം എന്നാണ്. അപ്പോൾ വെർനിയറിലെ റീഡിങ് 360 ഡിഗ്രി അല്ലെങ്കിൽ അതിലെ എറർ എത്രയാണോ വരുന്നത് അതിലെ എറർ സ്പ്ലിറ്റ് ചെയ്ത് എല്ലാ ആംഗിളിലേക്കും ആഡ് ചെയ്യുക. 360 ഡിഗ്രി അല്ലെങ്കിൽ അതിലെ എറർ സ്പ്ലിറ്റ് ചെയ്ത് എല്ലാ ആംഗിളിലേക്കും ആഡ് ചെയ്യുക. അടുത്തത് എട്ടാമത്തെ പോയിന്റ്. എട്ടാമത്തെ പോയിൻ്റായിട്ട് എഴുതുക. എറർ ചെറുതാണെങ്കിൽ എല്ലാ ആംഗിൾസിലേക്കും സ്പ്ലിറ്റ് ചെയ്യുന്നു. എറർ ചെറുതാണെങ്കിൽ എല്ലാ ആംഗിളിലേക്കും സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നാൽ എറർ ചെറുതാണെങ്കിൽ എല്ലാ ആംഗിളിലേക്കും സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നാൽ
വലുതാണെങ്കിൽ റീഡിങ് ഡിസ്കാർഡ് ചെയ്ത് പുതിയ റീഡിങ് എടുക്കേണ്ടതാണ്. എറർ വലുതാണെങ്കിൽ റീഡിങ് ഡിസ്കാർഡ് ചെയ്ത് പുതിയ റീഡിങ് എടുക്കേണ്ടതാണ്. നെക്സ്റ്റ് 9ാമത്തെ പോയിന്റ്, അതിനുശേഷം ഫേസ് ചേഞ്ച് ചെയ്യുക. 9ാമത്തെ പോയിന്റിൽ എഴുതുക, അതിനുശേഷം ഫേസ് ചേഞ്ച് ചെയ്യുക. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ലെഫ്റ്റ് ഫേസിൽ ചെയ്ത സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക. മുൻപ് ചെയ്തതുപോലെ ആവശ്യമായ കറക്ഷൻസ് എല്ലാ ആംഗിളിലും കൊടുത്ത് ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റ്, രണ്ട് റിസൾട്ടിൻ്റെയും ആവറേജ് എടുത്ത്, രണ്ട് റിസൾട്ട് എന്ന് പറയുന്നത് ഫേസ് ലെഫ്റ്റ് ഓർ ഫേസ് റൈറ്റ്, രണ്ട് റിസൾട്ടിൻ്റെയും ആവറേജ് എടുത്ത്, ബ്രാക്കറ്റിൽ വേണമെങ്കിൽ അങ്ങനെ എഴുതാട്ടോ, ഫേസ് ലെഫ്റ്റ് ആൻഡ് ഫേസ് റൈറ്റ്, രണ്ട് റിസൾട്ടിൻ്റെയും ആവറേജ് എടുത്ത് ട്രൂ വാല്യൂ കാണുന്നു. ഇതാണ് റീട്രേഷൻ മെത്തേഡിൻ്റെ പ്രൊസീജിയർ. ചെയ്യുന്ന രീതി ഇതാണ്. നമ്മൾ ആദ്യം O എന്ന് പറയുന്ന പോയിന്റിൽ സെൻറ്റർ പോയിന്റിൽ വയ്ക്കുന്നു, എയെ നോക്കി 0 സെറ്റ് ചെയ്യുന്നു, ബിയിലേക്ക് നോക്കുന്നു. അപ്പർ ക്ലാമ്പ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യണുള്ളൂ. ഫേസ് ലെഫ്റ്റിൽ വെച്ചിട്ടാണ് ആദ്യം ചെയ്യുന്നത്. ബിയിലേക്ക് നോക്കി ആ സെയിം 0യിൽ നിന്ന് തന്നെ സി വരെയുള്ള ആംഗിൾ കിട്ടും, ഡി വരെയുള്ള ആംഗിൾ കിട്ടും. ഇതുവരെയുള്ളത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് എയിലേക്ക് എത്തുമ്പോൾ 360 ഡിഗ്രിയിൽ അത് വന്ന് ക്ലോസ് ആവണം. അതായത് 0 തന്നെ അത് വന്ന് ക്ലോസ് ആവുകയാണെങ്കിൽ ചെയ്ത വർക്ക് ശരിയാണ്. ഇല്ലെങ്കിൽ അതിൽ വരുന്ന എററിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. വലിയ എററാണെങ്കിൽ അത് അവസാനിപ്പിച്ചിട്ട് നെക്സ്റ്റ്. ഹലോ, എക്സ്ക്യൂസ് മീ, ഞാൻ ഒരു പേഷ്യന്റിന് ഓക്സിജൻ സിലിണ്ടർ എടുത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഒന്ന് പോയിട്ട് ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞതെന്തായിരുന്നു? 360 അല്ല നമുക്ക് കിട്ടിയത്. ചെറിയ എററൊക്കെ ആണെങ്കിൽ നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. നമ്മളത് കോമ്പസ് സർവേയിൽ ലോക്കൽ എക്ട്രാക്ഷനൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ വലിയ എററാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വർക്ക് ക്യാൻസൽ ചെയ്തിട്ട് നെക്സ്റ്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. ഇത്രയാണ് നമുക്ക് റീട്രേഷൻ മെത്തേഡിൽ നമുക്ക് വരുന്നത്. അപ്പോൾ രണ്ട് മെത്തേഡ്, റിപ്പീറ്റേഷനും റീട്രേഷനും. ഈ മെത്തേഡാണ് കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ അവർക്ക് ഇതിൽ വലിയ കാൽക്കുലേഷൻസ് ഒന്നും അവർ ചെക്ക് ചെയ്യില്ല. നമുക്കിതിലിങ്ങനെ നോക്കി ഇതിവിടെ വന്ന് എറർ 360 കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്
അവർ മെയിനായിട്ട് ഇതിൽ ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിലെടുക്കുന്ന ഹൊറിസോണ്ടൽ ആംഗിൾസും, ഈ എത്ര ആംഗിൾസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഹൊറിസോണ്ടൽ ആംഗിൾ എത്രയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ഇപ്പോൾ എ ബി നമുക്ക് കിട്ടി, പിന്നെ ബി ഒ സി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ബി വരെയുള്ള ആംഗിൾ മൈനസ് ചെയ്തിട്ട് വേണം നമുക്ക് ബി ഒ സി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്തിട്ട് ഓരോ ഹൊറിസോണ്ടലും ആംഗിൾ എഴുതി റിസൾട്ട്, ഹൊറിസോണ്ടൽ ആംഗിൾ കാണാനായിരിക്കും നമ്മളോട് പറയുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ എഴുതി വെക്കുക. അപ്പം കൂടുതലും ചോദിക്കാറുള്ളത് ഈ മെത്തേഡാണ്, റീട്രേഷൻ മെത്തേഡ്. റിപ്പീറ്റേഷൻ ചോദിക്കാറുണ്ട്, പക്ഷേ റീട്രേഷനും കൂടുതലായിട്ട് വരും, കാരണം അതിന് കുറച്ചുകൂടെ സമയം സ്പെൻഡ് ആവുന്ന ഒരു മെത്തേഡാണ് റിപ്പീറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് കൂടുതലായിട്ട് കിട്ടുക എല്ലാവർക്കും, അവർ കൂടുതലായിട്ട് ഇടുന്നത് ഈ ഒരു റീട്രേഷൻ മെത്തേഡായിരിക്കും. അപ്പോൾ ചെയ്യാൻ എളുപ്പമല്ലേ ഇത് ചെയ്യാനായിട്ട്? ഇപ്പോൾ ഒരു ഏകദേശങ്ങൾ ചെയ്തവരല്ലേ, അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതെന്താണ് ചെയ്തതെന്നുള്ളത്, ഇല്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിക്കൂ. ഈ വെർനിയർ സ്കെയിലും മെയിൻ സ്കെയിലും തമ്മിൽ വ്യത്യാസം എന്താ? ഓ, വെർനിയർ സ്കെയിലും മെയിൻ സ്കെയിലും ഉണ്ടല്ലോ. ആ, വെർനിയർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് നമുക്ക് 0 സെറ്റ് ചെയ്യുന്നത്, നമ്മൾ വെർനിയർ സ്കെയിലാണ്. അതായത് മെയിൻ സ്കെയിലിൽ വരുന്ന 0 നമ്മൾ അതിന് സെറ്റ് ചെയ്യുന്നത് വെർനിയർ സ്കെയിൽ 0 ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി വെർനിയർ സ്കെയിൽ രണ്ടും ഒരേ സ്ഥലം തന്നെയല്ല, ആ ഒരു പിന്നെ അപ്പർ ക്ലാമ്പിന്റെ ലോവർ ക്ലാമ്പിന്റെ ഉള്ളിൽ വരുന്ന ആ സ്കെയിലിനെ തന്നെ പറയണത്. അതെ. അതായത് അപ്പർ പ്ലേറ്റിന്റെയും ലോവർ പ്ലേറ്റിന്റെയും അകത്തിരിക്കുന്ന 2 സ്കെയിലുകളാണ് ഇത് രണ്ടും. ഇനി രണ്ടും ഒരേ സാധനം തന്നെയാണ്. ഒരേ സാധനം, രണ്ട് സ്കെയിൽ, രണ്ടും 2 മെഷർമെന്റ്സ് അല്ലേ? അല്ല, എ വരുന്നത് മെയിൻ സ്കെയിലും ബി വരുന്നത് വെർനിയറും അല്ലേ? ബി വെർനിയർ അല്ലല്ല, 2 വെർനിയർ ഉണ്ടല്ലോ നമുക്ക്, 2 സൈഡിലും വെർനിയർ ഇല്ലേ? ആ 2 സൈഡിലാണ് എ ബി വരുന്നത്. അതായത് മറ്റേതില്ല, അതായത് ഇതിൽ 0 വരുമ്പോൾ അതിൽ 180 വരിക. നമ്മളിതിൽ 0 മെയിൻ സ്കെയിലിൽ, ഈ വെർനിയർ സ്കെയിലിൽ 0 ആയിട്ടാണ് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യുന്നത്. മെയിൻ സ്കെയിലിൽ 0, നമ്മൾ മെയിൻ സ്കെയിലിൽ റീഡിങ് എടുക്കുന്നതും ഈ വെർനിയർ സ്കെയിലിനെ ബേസ് ചെയ്തിട്ടാണ്. ഓർമ്മയുണ്ടോ? അതായത് വെർനിയർ സ്കെയിലിൽ വരുന്ന ഈ എ എന്നെഴുതിയ വെർനിയറിലെ 0 താഴെ എത്ര ഡിഗ്രി വരുന്നു എന്നുള്ള റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓർക്കുണ്ടോ റീഡിംഗ് എടുത്ത്? ഓക്കെ. അപ്പൊ ഇതില് നമ്മൾ ചെയ്യുമ്പോ പിന്നെ ഒരു 45 ഡിഗ്രി ആണ് നമുക്ക് എയില് കിട്ടിയെന്നുണ്ടെങ്കിൽ എയിലല്ല, അതായത് AOB ആണോ പറഞ്ഞേ? AOBയില് എ വെർനിയറിൽ 45 ഡിഗ്രി. അപ്പോ അതിന്റെ ബി വെർനിയറിൽ വരുന്നത് 45ന്റെ 200. അല്ല, അങ്ങനെ ആവണമെന്നില്ലല്ലോ, ഇരട്ടി ആവണമെന്നില്ലല്ലോ. അല്ല, 315 അല്ലേ വരിക ബിയില്? എന്ന് വെച്ചാല് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ വരിക? 300ന്റെ ബാക്കിയല്ല വരിക? അതായത് എയിലും നമ്മൾ 0 സെറ്റ് ചെയ്യും, എന്നിട്ട് ബിയിൽ നോക്കിയപ്പോ എ വെർനിയറിലുള്ളത് 45 ഡിഗ്രി. അതായത് ഇവിടുന്ന് ബിയിലേക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടിയത് 45 ഡിഗ്രി. അതിന്റെ ഇൻക്ലൂഡർ ആംഗിൾ, അതായത് ഇതിന്റെ ഇൻക്ലൂഡർ ആംഗിൾ ആണ്. അതെ, ഇത് എ വെർനിയറിൽ 45 ഡിഗ്രി. ഇത് അപ്പൊ ബി വെർനിയറിൽ എത്രയായിരിക്കും? അത് നമ്മൾ അതിൽ ബി വെർനിയറിൽ നമ്മൾ ഡിഗ്രി എടുക്കാറില്ലല്ലോ. നമ്മളതിൽ സെക്കൻഡ് മാത്രമല്ലേ നോക്കാറുള്ളൂ, വെർനിയറിലെ റീഡിങ് മാത്രമല്ലേ എടുക്കാറുള്ളൂ. ബി വെർനിയറിലെ റീഡിങ് ഡിഗ്രി ഇത് സെയിം തന്നെ ആയിരിക്കും. അതായത് നമ്മൾ ഏത് അതായത് നമ്മൾ ബി വെർനിയറിൽ റീഡിങ് എടുക്കുന്നത് എന്താണെന്നറിയോ? നമ്മളിതിൽ 0 സെറ്റ് ചെയ്തു എന്ന് അല്ല, നമ്മളിത് തിരിച്ചപ്പോൾ 45 ഡിഗ്രി കറക്റ്റായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ആവറേജ് എടുക്കേണ്ട ആവശ്യമില്ല. ബി വെർനിയറിൽ നമ്മൾ അതായത് ഇപ്പൊ ഈ 20 സെക്കൻഡ് എന്ന് പറഞ്ഞ ഈ ഡിവിഷൻ ഉണ്ടല്ലോ, ഈ ഡിവിഷൻ തന്നെ ചിലപ്പോൾ നമ്മളിത് ക്രോസ് ചെയ്ത് തിരിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ക്രോസ് ചെയ്ത് കിട്ടണമെന്നില്ല. അതായത് നമ്മൾ ഈ കോമ്പസ് സർവേയിൽ പറഞ്ഞ ആ സെയിം സിറ്റുവേഷൻ നമുക്ക് ഇവിടെയും ഉണ്ട്.
അങ്ങനെ കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്യാതെ വരുമ്പോൾ നമ്മളപ്പോൾ വെർനിയറിൽ റീഡിങ് എടുക്കും. അപ്പോഴാണ് അതായത് കറക്റ്റ് 45 ഡിഗ്രിയാണ് നമുക്ക് 20 സെക്കൻഡോ മിനിറ്റോ ഒന്നുമില്ല, കറക്റ്റായിട്ട് അത് ചെയ്യാണ്. ആ ലൈനിന് കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയാം. അതായത് എ വെർനിയറിൽ 0, മെയിൻ സ്കെയിലിൽ അത് ഏതെങ്കിലും ഒരു പോയിൻ്റായിട്ട് കോയിൻസൈഡ് ഇല്ലേ, കറക്റ്റ് 45 ഡിഗ്രി ആണോ അല്ലെങ്കിൽ 45 40 സെക്കൻഡാണോ അല്ലെങ്കിൽ 45 20 സെക്കൻഡാണോ, ഏതിലാണോ കറക്റ്റ് ആ ലൈനിൽ തന്നെ വരണമെന്ന് നമുക്ക് നിർബന്ധമില്ലാന്ന്. അപ്പോൾ നമുക്ക് കിട്ടിയത് 45 ഡിഗ്രി 40 മിനിറ്റ് 20 സെക്കൻഡ് കിട്ടി. ഇതിന് എങ്ങനെയാണ് ശരാശരി അതായത് ഈ സെക്കൻഡ് കിട്ടിയില്ലേ, ഈ സെക്കൻഡ് കിട്ടിയത് നമ്മൾ വെർനിയറിലെ റീഡിംഗ് ആണ് നമ്മൾ എടുത്തത്, സെക്കൻഡ് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ബി വെർനിയറിലേക്ക് പോയി നോക്കും. ഇപ്പൊ എ വെർനിയറിൽ ഇപ്പൊ എത്ര കിട്ടി വെച്ചിരിക്കുകയാണ്, അപ്പൊ നമ്മൾ അവിടെ പോയി നോക്കും. അവിടെയാണ് 20 സെക്കൻഡ്, അവിടെ നമ്മൾ മിനിറ്റും സെക്കൻഡും ആണ് നമ്മൾ നോക്കുള്ളൂ, ഡിഗ്രി നമ്മൾ നോക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ എ വെർനിയറിലെയും ബി വെർനിയറും തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ ആവറേജ് എടുത്തിട്ട് എഴുതാം. അപ്പൊ ഇതിൽ നമുക്ക് കിട്ടിയത് 45 ഡിഗ്രിയും അടിയിൽ മെയിൻ സ്കെയിലിൽ കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഡിഗ്രി മിനിറ്റ് ആണല്ലോ. ഇപ്പൊ 45 ഡിഗ്രി എത്രയാണ് വാസിൽ നേരത്തെ പറഞ്ഞ മെഷർമെന്റ് എത്രയായിരുന്നു? 45 ഡിഗ്രി അപ്പൊ ഒരു 40 അപ്പോൾ ഒരു 45 ഡിഗ്രി എത്ര കിട്ടി, 40 മിനിറ്റ് 20 സെക്കൻഡ് ഇങ്ങനെ കിട്ടിയെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഇതിൽ ഈ 45 ഡിഗ്രി 40 മിനിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മെയിൻ സ്കെയിൽ കിട്ടിയെന്ന് വിചാരിക്കാം. നമുക്ക് വെർനിയറിൽ നോക്കിയപ്പോൾ അവിടെ നമുക്കൊരു മിനിറ്റും സെക്കൻഡും കിട്ടൂലേ. അതിൽ നമുക്ക് 20 സെക്കൻഡ് മാത്രമാണ് കിട്ടിയതെങ്കിലാണ് 45 ഡിഗ്രി 40 മിനിറ്റ് 20 സെക്കൻഡ് വരിക. അതല്ല, അവിടെ നമുക്ക് 1 മിനിറ്റ് 20 സെക്കൻഡ് ഒരു എത്രയാണോ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നമ്മൾ ഇതിൻ്റെ കൂടെ 1 മിനിറ്റ് സെക്കൻഡും ആഡ് ചെയ്യണം. പിടികിട്ടിയോ? എ വെർനിയറിൽ മാത്രം കാര്യം പറയണ കേട്ടാ, ബിയിലേക്ക് പോയിട്ടില്ല. എ വെർനിയറിൽ മാത്രം കാര്യം പറയണത്. അതായത് മെയിൻ സ്കെയിലിൽ നമ്മൾ ഡിഗ്രിയും മിനിറ്റും ആണ് എടുക്കണേ. വെർനിയർ സ്കെയിലിൽ നമ്മൾ മിനിറ്റും സെക്കൻഡും കിട്ടുന്നുണ്ട് നമുക്ക്, സെക്കൻഡ് മാത്രമല്ലാന്ന്. അപ്പം മിനിറ്റും കൂടി കിട്ടുകയാണെങ്കിൽ അതും കൂടെ നമ്മൾ ഈ 45 ഡിഗ്രി 40 മിനിറ്റിൻ്റെ കൂടെ അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം എഴുതാനെന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നേരെ ബി വെർനിയറിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. നേരെ ബി വെർനിയറിലേക്ക്. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ട് ബി വെർനിയറിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ നമുക്കിപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിൽ 20 സെക്കൻഡ് മാത്രം നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 45 ഡിഗ്രി 40 മിനിറ്റ് ഡിഗ്രി മിനിറ്റ് കിട്ടി. ബി വെർനിയറിൽ മിനിറ്റും സെക്കൻഡും കിട്ടി. ബി വെർനിയറിലല്ല, ആദ്യം എ വെർനിയറിൽ മിനിറ്റും സെക്കൻഡും ഒന്നിൽ കിട്ടി. മെയിൻ സ്കെയിലില് ഡിഗ്രി മിനിറ്റും കിട്ടി. ആ ഡിഗ്രി മാറ്റി വെച്ചിട്ട് മിനിറ്റിനെയും ഇതിലെ മിനിറ്റ് സെക്കൻഡിനെയും ചേർത്ത് അതിന്റെ ആവറേജ് എടുക്കണം എന്നാണോ? ഇതിപ്പോ എ വെർനിയറിലെ കാര്യമല്ലേ ഇപ്പൊ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഈ 45 ഡിഗ്രി 40 മിനിറ്റ് നമുക്ക് മെയിൻ സ്കെയിലിൽ കിട്ടി, അതൊക്കെ. എന്നിട്ട് നമ്മൾ വെർനിയർ സ്കെയിൽ നോക്കിയപ്പോൾ നമുക്ക് 20 സെക്കൻഡേ കിട്ടിയുള്ളൂ, മിനിറ്റ് ഇല്ല. അപ്പോൾ നമ്മളിത് അത് ആഡ് ചെയ്തു. എത്ര എഴുതി? 45 ഡിഗ്രി 40 മിനിറ്റ് 20 സെക്കൻഡ് എന്ന്. ഇനി ഇതിൽ മിനിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ മിനിറ്റ് ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇത് ഓക്കെ, എ വെർനിയറിലെ റീഡിങ് ഇത് ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പുറത്തെ സൈഡിൽ, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബി വെർനിയർ ഉണ്ട് നമുക്ക്. ആ ബി വെർനിയറിൽ പോയിട്ട് അപ്പോൾ ചിലപ്പോൾ ഈ 20 സെക്കൻഡിൽ തന്നെ ആയിരിക്കും മിക്കത് അത് കിടക്കുക, 20 സെക്കൻഡ്. അതല്ല, എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മിനിറ്റ് സെക്കൻഡായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഈ മിനിറ്റ് സെക്കൻഡും ആ മിനിറ്റ് സെക്കൻഡും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് ഹൊറിസോണ്ടൽ ആംഗിൾ കാണുക. അപ്പോഴാണ് നമുക്ക് ബി ഒ സിയുടെ, അതായത് എ
ഒ ബി എന്ന് പറയുന്ന ഈ ആംഗിളിൻ്റെ കറക്റ്റ് ഇൻക്ലൂഡഡ് ആംഗിൾ ആവുള്ളൂ. അതായത് എ വെർനിയറിൽ കിട്ടിയിട്ടുള്ള ഈ 40 മിനിറ്റ് 20 സെക്കൻഡും നമുക്ക് ബി വെർനിയറിൽ ചിലപ്പോൾ 20 സെക്കൻഡ് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇതിൻ്റെ ആവറേജ് ആണ് നമ്മൾ എന്തിൽ ഈ 45 ഡിഗ്രി ഇത്ര മിനിറ്റ് ഇത്ര സെക്കൻഡ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഹോറിസോണ്ടൽ ആംഗിളായിട്ട് നമ്മൾ കാണുന്നത്. ആ അത്രേ ഉള്ളൂ. അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അത് ഓക്കെ. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാല് എന്താന്ന് വെച്ചാൽ നമ്മളിതിലേ ഈ 45 ഡിഗ്രി വെർനിയറിൽ 45 ഡിഗ്രി ഉണ്ടല്ലോ. അപ്പൊ ബി വെർനിയറില് 360 അവിടെ നിന്നല്ലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതിന്റെ ഓപ്പോസിറ്റ് സൈഡില്. അതായത് ഇവിടുന്ന് എന്റെ അവിടുന്ന് 0, 1, 2 ബിന്റെ അവിടേക്ക് എത്തുമ്പോ 360 അല്ലേ വരുന്നത്. അപ്പൊ അവിടെ കാണുന്നത് ആ 360 45 ഡിഗ്രി കുറഞ്ഞതായിരിക്കും നമ്മൾ അപ്പുറത്ത് കാണും, ബിയില് കാണും. അവിടെ നമ്മൾ അതിന് ഡിഗ്രി എടുക്കുന്നില്ല, നമ്മളവിടെ വെർനിയറിലെ റീഡിങ് മാത്രം എടുക്കുന്നുള്ളൂ. അതായത് ബി വെർനിയറില് റീഡിങ്ങും ഈ വെർനിയറിലെ റീഡിങ്ങും ആണ് നമ്മള് കൂട്ടണത്. അതാണ് വെർനിയർ സ്കെയിലിലെ റീഡിങ് ആവറേജ് എടുത്തിട്ട് എഴുതാൻ പറഞ്ഞത്. ഡിഗ്രി നമ്മൾ എവിടെ മാത്രം എടുക്കുന്നുള്ളൂ? എ വെർനിയറിൽ മാത്രം എടുക്കുന്നുള്ളൂ. ബി വെർനിയറിൽ നമ്മൾ ഡിഗ്രി എടുക്കുന്നില്ല. മെയിൻ സ്കെയിലത്തെ അളവ് നമ്മൾ ഫസ്റ്റ് എടുക്കും, പിന്നെ എ വെർനിയറത്തെയും ബി വെർനിയറത്തെയും മിനിറ്റ് സെക്കൻഡും രണ്ടും പാടെ ആഡ് ചെയ്തിട്ട് ആവറേജ് കണ്ടിട്ട് ഹൊറിസോണ്ടൽ ആംഗിൾ കാണും. കറക്റ്റ്. ഓക്കെ. അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ അങ്ങനെ ഓരോ ആംഗിളും കാണും. ഇപ്പൊ 2, 3 ആംഗിൾ 4 ആംഗിൾ എത്ര ആംഗിൾ അലച്ചെങ്കിൽ ഓരോ ആംഗിളിൻ്റെയും നമ്മൾ അതുപോലെ കാണണം. അപ്പോൾ കാണുമ്പോൾ ഇപ്പോൾ 45 കിട്ടിയത് അടുത്ത ബിയിലേക്ക് കിട്ടിയത് ഇപ്പോൾ നമുക്കൊരു 100 120 ഡിഗ്രി ആണെങ്കിൽ ഈ 45 കുറച്ചിട്ട് നമ്മൾ കോമ്പസ് സർവേയിൽ ചെയ്ത പോലെ ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടിട്ട് വേണം ചെയ്യാൻ മാത്രം. എടുക്കുമ്പോൾ നമ്മൾ എയിലും ബിയിലും ഒക്കെ റീഡിങ് എടുക്കണം. നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ സാധനം വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കറക്റ്റ് ആയിട്ട് അളവ് എഴുതിയിട്ട് അത് ചെയ്യാം. അത് കുഴപ്പമില്ല. പിന്നെ എന്താന്ന് വെച്ചാല് പിന്നെ നമുക്ക് എന്താ പറയാ പറയാൻ വന്ന അത് ലാസ്റ്റ് ഇപ്പൊ എന്തായാലും ചെറിയ പോയിന്റ് വ്യത്യാസം ഉണ്ടെങ്കിലും 360 എഴുതിയാ പോരെ. അത് കുഴപ്പമില്ല. അത് അവര് ചെക്ക് ചെയ്യുമെന്ന് മാത്രം നോക്കിയാൽ മതി. ചെക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. പിന്നെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളത് 0ലേക്ക് കറക്റ്റ് ആക്കിയിട്ട് വെച്ചാ പോരെ. അതൊക്കെ അതിന്റെ എന്താ പറയാ പോയിട്ടുള്ളത്. അതൊക്കെ അത്രേ ഉള്ളൂ. അല്ല, നമ്മൾ തിയറി പറയുന്നു എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള തിയറി പറയുന്നു. ബാക്കിയൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ മൈൻഡ് അപ്പം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്താ വെച്ചാൽ മാനുവലി തിയോളായിട്ട് നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് തരികിട പരിപാടികളൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ചെയ്യാന്ന് പറയാൻ എനിക്ക് പാടില്ലല്ലോ. അല്ല, എനിക്ക് ഇതിന്റെ ആവറേജ് കാണുക പറഞ്ഞപ്പോൾ എന്താണ് ഇപ്പൊ രണ്ടളവ് നമ്മൾ എടുക്കുന്നില്ല. പിന്നെ അതില് മെയിൻ ആയിട്ട് എന്താ കൺഫ്യൂഷൻ, അത് ഞാൻ പറയാൻ വന്നത്. അതായത് ഈ കൺഫ്യൂഷൻ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളിത് പ്രോപ്പറായിട്ട് മറ്റേ കോളം വരച്ചിട്ട് അതിൻ്റെ ടാബുലാർ കോളം വരച്ച് നമ്മളത് പ്രസൻറ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ പ്രോബ്ലം ചെയ്തിട്ടില്ല. അതായത് ഇപ്പം നമ്മളിങ്ങനെ എടുക്കും ഹൊറിസോണ്ടൽ ഇങ്ങനെ എടുക്കുന്നു എന്നുള്ളത് മാത്രമല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അതിൻ്റെ ടാബുലാർ കോളം വരച്ച് അതിൻ്റെ ആംഗിൾ എടുക്കുന്ന അതിനെക്കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരു വട്ടങ്ങാണ്ട് അത് ചെയ്തു എന്ന് തോന്നുന്നുണ്ട് ഫസ്റ്റിൽ അല്ലേ. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മതി. എന്നിട്ട് നമുക്ക് ആ ഒരു കോളം ഞാൻ ആ കോളേ ഇത് ഫോട്ടോ എടുത്തിട്ട് ഇടാം. എൻ്റെ ഇതുണ്ട്, അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. അപ്പം അത് ഞാൻ എടുത്തിട്ട് നമ്മുടെ റെക്കോർഡിലുണ്ടാവും, നമ്മൾ വർക്ക് ചെയ്തത് റെക്കോർഡിലുണ്ടാവും. ഞാൻ അത് എടുത്തിട്ട് ഇടാം. അപ്പോൾ നമുക്ക് ഒരു മോഡൽ നിങ്ങൾക്ക് നോക്കും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിലുണ്ടല്ലോ, ഇനിയിപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് ചെയ്യിക്കുമ്പോൾ ഇത് നിങ്ങളെ കൊണ്ട് ഒരൊറ്റ ഫേസേ ചെയ്യിപ്പിക്കുള്ളൂ. അതായത് ലെഫ്റ്റ് മാത്രമേ ചെയ്യിപ്പിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യിപ്പിക്കാറുള്ളൂ. അവിടെ ലെഫ്റ്റ് മാത്രം ചെയ്യിച്ചിട്ട് റൈറ്റ് ഫേസിൽ സെയിം റീഡിങ് എഴുതാൻ പറയും. അങ്ങനെയാണ് അവിടെ അവർ ചെയ്യിപ്പിക്കാറ്.
ഇനിയിപ്പോ എഴുതാൻ പറഞ്ഞില്ല സൈമണ്ട് എഴുതിയാൽ മതിയല്ലോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല എന്ന്, ഇത്രയും പേർക്ക് എക്സാം നടത്തണ്ടേ. ലെഫ്റ്റും റൈറ്റും നോക്കി വരുമ്പോൾ അത്രയും സമയം പോവില്ലേ. ഇത് സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ സമയം കുറച്ച് പിടിക്കും. അപ്പോൾ അവർ സാധാരണ അവിടെ പോളിയിലായാലും നമ്മൾ സെമ്മ് എക്സാം ആയാലും സീരീസ് ടെസ്റ്റ് ആയാലും ചെയ്യിപ്പിക്കുന്ന സമയത്ത് വൺ സൈഡ് എടുപ്പിക്കുള്ളൂ. അത് ലെഫ്റ്റ് മാത്രം എടുത്തിട്ട് റൈറ്റിൽ അത് എഴുതിക്കോളം പറയാറാണ് പതിവ് അവിടെ. അപ്പം അതുകൊണ്ട് ആ ഒരു ടെൻഷനൊന്നും വേണ്ട, അതൊക്കെ നടക്കും. പക്ഷെ അതൊക്കെ റിട്രേഷൻ മെത്തേഡിലും മറ്റേ റിപ്പീറ്റേഷൻ മെത്തേഡിലും വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണല്ലേ, വെർനിയർത്തെ രണ്ടത്തെ അളവ് ഇതിൽ എഴുതിയിട്ട് അതിന് ശരാശരി കാണണം. മറ്റേല് നമ്മള് മെയിൻ സ്കെയിലിൽ തന്നെ വെർനിയർത്തെ മാത്രം എഴുതിയാൽ മതി. അപ്രോക്സിമേറ്റ് ആണല്ലോ നമ്മൾ ആദ്യത്തെ ആംഗിൾ എടുക്കുന്നത്, പിന്നെ രണ്ടാമത്തെ എടുത്തിട്ട് അങ്ങനെ അത് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. ഓരോ ആംഗിളിനെയും അതിന് എത്രാമത്തെ പ്രാവശ്യമാണോ ഹൊറിസോണ്ടൽ ആംഗിൾ എടുക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. മൂന്നാമത്തെ റീഡിങ്ങിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, രണ്ടാമത്തെ റീഡിങ്ങിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് 3ഉം കൂടിയിട്ടുള്ളൊരു ആവറേജ് എടുക്കും. അത് കഴിഞ്ഞ് അത് ലെഫ്റ്റിലും റൈറ്റിലും എടുക്കും. എന്നിട്ട് ലെഫ്റ്റിലും റൈറ്റിൻ്റെയും കൂട്ടിയിട്ട് വീണ്ടും ആ 2ൻ്റെ ആവറേജ് എടുക്കും. അങ്ങനെയൊക്കെയാണ് റിപ്പീറ്റേഷൻ മെത്തേഡിൽ എടുക്കുന്നത്. അതായത് അത്രയും ആക്യുറസി എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. അത് അതിന്റെ ഡിഫറൻസ് അതാണ്. ഇതില് സംശയം വന്നെന്താ വെച്ചാൽ ഇതില് നമ്മള് വെർനിയർത്തെ അളവ് എഴുതിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ മെയിൻ സ്കെയിലത്തെ അളവ് എഴുതണത് ഇതിലെവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അതിനി നിങ്ങൾ ഒന്നുകൂടെ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ തരുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ കാണാതെ പഠിച്ചിട്ട് എഴുതണം എന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന ആ വേസ് നിങ്ങൾ ഇതുപോലെ പോയിന്റഡ് ആയിട്ട് എഴുതിയാൽ മതി. ഇത് തന്നെ എഴുതി വെക്കണം എന്നൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഒന്നും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഒന്നുകൂടെ കിട്ടൂലേ. അപ്പോൾ ഇതുപോലെ 0 സെറ്റ് ചെയ്യുന്നു, രണ്ടാമത് എന്താണ് ചെയ്യുന്നത്, ആദ്യം ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ 0 സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മളെന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ എഴുതി വെച്ചാലും മതി. ഇത് തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. അതിന് ആ പ്രോസസ്സ് ഒന്ന് മനസ്സിലാവാൻ, ചെയ്യണേക്കാൾ മുമ്പ് ഒന്ന് മനസ്സിലാവാൻ വായിച്ചു നോക്കാമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നിങ്ങൾ അതിനെ കുറിച്ചിട്ടൊരു ഇത് നിങ്ങൾക്ക് തോന്നണില്ലേ, കുറച്ചും കൂടി മനസ്സിലാവണില്ലേ. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. അതെ, പിന്നെ നമ്മൾ അത്യാവശ്യം അത് ഒന്ന് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട്. പക്ഷെ മെയിൻ പ്രശ്നം അതാണ്, നമ്മളിതിൻ്റെ പ്രോബ്ലമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പ്രോബ്ലമായിട്ടൊന്നും അങ്ങനെ വലിയ കാൽക്കുലേഷനൊന്നുമില്ല. പക്ഷേ ആ ഒരു ഫോർമാറ്റ് വരച്ച് ഇത് ലെഫ്റ്റാണ് റൈറ്റാണ്, എ വെർനിയറിൽ ഇത്ര, ബി വെർനിയറിൽ ഇങ്ങനെ വരും, അപ്പോൾ ഇതിനെങ്ങനെ ചെയ്യണം, ഇങ്ങനെ നമ്മൾ എടുത്തിട്ടില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ആംഗിൾ മെഷർ ചെയ്യാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ ഇതുവരെ. അതായത് റീഡിങ് എടുക്കാൻ അത് തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല പലർക്കും. അപ്പം അങ്ങനെയാണ്. ഓക്കെ, ഫൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് എക്സാം ഉണ്ടിട്ട് വരണം. ഒരു 10 ക്വസ്റ്റ്യൻ പെൻഡിങ് ഉണ്ട്, അത് നാളെ തരാം. അത് മതി. വെർട്ടിക്കൽ ആംഗിൾ കൂടി എടുക്കാം, എന്നിട്ട് നടത്താം. നാളെ വെർട്ടിക്കൽ ആംഗിൾ. ഓക്കെ, നാളെ വെർട്ടിക്കൽ ആംഗിൾ. ഓക്കെ, ഫോട്ടോ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, തിയോഡലായിട്ട് തീരും, ഈ ആഴ്ച കൊണ്ട് തീരും. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.